അവള് ജയിച്ചു. എന്നാലും നീ ഇന്നു മുതൽ ഇവിടുത്തെ അന്തപുരത്തിൽ അടിമയായിത്തീരുന്നു. ഇവൾക്ക് എന്ത് വില കൊടുത്താലും അധികമാവില്ല. നിനക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഉണ്ടാവും ഇവിടുത്തെ അന്തപുരത്തിൽ. ഒരപേക്ഷയുണ്ട്. പറയാം. അവിടുത്തെ പ്രജാവാത്സല്യവും ദീനാനുകമ്പയും ലോകം മുഴുവൻ വാഴ്ത്തുന്നു. ഞങ്ങളോട് കരുണ കാണിക്കണം. മരിച്ചുപോയ വ്യാപാരി സെയ്ദ് അൻവറിന്റെ മകനാണിത്. ബുദ്ധിമോശം കൊണ്ട് എല്ലാ മുതലും നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും ചെറുതായി ജീവിതം തുടങ്ങാൻ ഈ ഉള്ളവൾ നിർദ്ദേശിച്ച വഴിയാണിത്. നീ ആരാണ്? ഈ മൻസൂറിന്റെ വീട്ടിലെ വേലക്കാരി ദയ എന്ന് വിളിക്കും. ബാക്കി എല്ലാവരും പോയി. പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല. ആപത്ത് കാലത്തല്ലേ വേലക്കാർ യജമാന്റെ സഹായത്തിന് കൂടെ നിൽക്കേണ്ടത്. നിന്റെ വിവേകം മാത്രമല്ല, യജമാന സ്നേഹവും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. 10,000 ദിനാർ കൊടുക്കുന്നു. ഇനി എന്ത് വേണം നിനക്ക് ചോദിക്കാൻ? ഈ മൻസൂറിനോടൊപ്പം കഴിയാൻ അവിടുന്ന് എന്നെ ദയവായി അനുവദിക്കണം. അവിടുത്തെ അന്തപുരത്തിലെ സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും ധിക്കരിക്കുകയാണെന്ന് തോന്നരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ അപേക്ഷ. നീ അത് പറഞ്ഞില്ലെങ്കിലേ എനിക്ക് അത്ഭുതം തോന്നും. ആരെവിടെ? ഈ പെൺകുട്ടിക്ക് പട്ടുവസ്ത്രങ്ങളും വേണ്ടത്ര ആഭരണങ്ങളും മറ്റു സമ്മാനങ്ങളും കൊടുത്തയക്കാൻ ബീഗം സാഹിബയോട് പറയൂ. വാടക വീട് എടുക്കാനും കച്ചവടം തുടങ്ങാനും ഒക്കെ വേണ്ട മുതലായല്ലോ. അപ്പോ എന്നാലും നിനക്ക് ഇത്രയേറെ അറിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇവരെയൊക്കെ വലിയ പണ്ഡിതന്മാരെയാണ് വീട്ടിൽ മകനെ പഠിപ്പിക്കാൻ അദ്ദേഹം നിയമിച്ചത്. അതെ അതെ, പക്ഷെ ഒന്നും പഠിക്കാൻ ഞാൻ ശ്രമിച്ചില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ ഉറക്കം തൂങ്ങിയിരിക്കും. ജോലി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അവര് പാഠങ്ങൾ എടുത്തു. മറഞ്ഞു നിന്ന് ഞാൻ എല്ലാം കേട്ടു പഠിച്ചു. ദിനാർ തരാം. ഇവളെ വിൽക്കുന്നോ? അടിമക്കച്ചവടം എന്റെ തൊഴിലല്ല. നിനക്ക് വില പറയുന്ന ഒരാള്. സുൽത്താന് കൂടി കടം കൊടുക്കുന്ന ഒരു മഹാധനികനുണ്ട്. 15,000 തരാം. കൂടുതൽ വലിയ കച്ചവടം തുടങ്ങാലോ. മാറി നിൽക്കണോ? 15,000. സുൽത്താനേക്കാൾ ധനികൻ. എന്നെ വിലയ്ക്ക് വാങ്ങാൻ സമ്പത്തുള്ള ഒരു ധനികനും ഈ ഭൂമിയിൽ പിറന്നിട്ടില്ല. മാറോ. കൊമ്പനാലിയെ നിനക്കറിയില്ല പെണ്ണേ. ഇത് ചന്തയിൽ കൊണ്ടുപോയി 300 ദിനാറിന് വിൽക്കണം. 300. ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നത് സ്വർണ്ണ നൂലിലാണ്. ആദ്യം 400 പറയാം. വില പെശകാതെ ഒരാളും ഇക്കാലത്ത് വാങ്ങില്ല. 300. കൂടുതൽ തന്നാലും വാങ്ങരുത്. ഗുണനിലവാരം അറിയുന്നവര് പിശകില്ല. അത് മതി. നിൽക്കൂ. കൈറോവിലേക്കും മറ്റും കമ്പളം അയക്കുന്ന കച്ചവടക്കാരുണ്ട്. അവർ വരും. മറുനാട്ടുകാർക്ക് വിൽക്കരുത്. അധിക വില പറഞ്ഞാലും വിൽക്കരുത്. അതെന്താ? മണ്ടം മൻസൂറേ, എന്തെങ്കിലും കാര്യമില്ലാതെ ദയ വെറും വാക്ക് പറയില്ല എന്നറിയില്ലേ? ദിമേഷ് പെട്ടിൽ സ്വർണ്ണപ്പണി ചെയ്യുന്നവർ ഇപ്പോൾ അപൂർവം. ഇത് എവിടെയാണ് നെയ്തത്? ഈ നാട്ടിൽ തന്നെ.
വില പറഞ്ഞപ്പോ ആരും തർക്കിച്ചില്ല. അതിമോഹം നന്നല്ല. സാധനങ്ങളുടെ വില, ഒരാഴ്ചത്തെ അധ്വാനം, അർഹിക്കുന്ന ലാഭം. നിനക്ക് സഹായത്തിനൊരു സ്ത്രീയെ കൂടെ നിർത്തിയാൽ വ്യാപാരം വലുതാവുമ്പോൾ ആലോചിച്ചാൽ മതിയല്ലോ. വേണ്ടി വരും. കമ്പളങ്ങൾക്ക് മാത്രമായി ഒരു പീടിക വെക്കാൻ കഴിയുമെന്നാണ് എന്റെ കണക്കുകൂട്ടൽ. വീണ്ടും ഒരു കൊച്ചു മുതലാളിയാവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പോ പറയണ്ട. പഴയ ദുശീലങ്ങളുടെ കാര്യമല്ലേ മനസ്സിൽ. ഇല്ല, ഇനി അബദ്ധങ്ങൾ പറ്റില്ല. എന്താ വില? ഒരാൾ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. എന്നാൽ അയാൾ വീട്ടിൽ വന്ന് കച്ചവടം നടത്തണം. ചന്തയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നതിനൊക്കെ ഒരു വിലയുണ്ട്. എന്താ വില? 500 ദിനാർ. 500 ദിനാർ. വരട്ടെ, ഞാൻ വിൽക്കുന്നില്ല. ഇത് എവിടുത്തെ ന്യായം? ഏയ്, നിങ്ങൾ ഇത് കേൾക്കുന്നില്ലേ? ഇത് എവിടുത്തെ ന്യായം? എന്ത് നിയമം? നോക്കൂ, ഇയാൾ 500 ദിനാർ പറഞ്ഞു, ഞാൻ കൊടുത്തു, മോഹവിലയാണ്. എന്നിട്ടിപ്പോൾ പറയുന്നു എനിക്ക് വിൽക്കുന്നില്ലെന്ന്. ഇത് എന്ത് ന്യായം? 500 വില പറഞ്ഞു. ആ, വില തന്നോ? ആ, കച്ചവടത്തിൽ വാക്ക് പറഞ്ഞ പതിവില്ല ഈ ചന്തയിൽ. മുതൽ നിങ്ങളുടേതാണ്. എന്ത് അത്ഭുതം, നമ്മുടെ കമ്പള കച്ചവടക്കാരൻ ഇവിടെ. നിങ്ങളെന്താ ഇവിടെ? എന്റെ ഒരു പഴയ പരിചയക്കാരൻ ഇവിടെ എവിടെയോ ആണെന്ന് പറഞ്ഞൊരു ഓർമ്മ. ശരി. നേരത്തെ കച്ചവടം കഴിഞ്ഞു. ഒരാൾ പതിവുകാരനല്ല, ചോദിച്ചപ്പോ ഒഴിവാക്കാൻ 500 പറഞ്ഞു. അയാൾ തന്നു. വേണ്ടിയിരുന്നില്ല. ഇതാണോ വീട്? നന്നായി. വല്ലാത്ത ക്ഷീണം, വല്ലാത്ത ദാഹം. കുറച്ച് വെള്ളം കിട്ടിയ ഉപകാരായി. ആരാ പുറത്ത്? ചന്തയെ കണ്ട ഒരാൾ കുടിക്കാൻ വെള്ളം ചോദിച്ചു കയറിയതാ. വല്ലാത്ത വിശപ്പ്. എന്റെ ഭാര്യ കാലത്തെന്തോ പൊന്നു കെട്ടി തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിക്കുന്നോണ്ട് വിരോധമില്ലോ. അല്പം ആഹാരം വേണ്ട, എന്റെ ആഹാരം അകത്തുണ്ട്. എന്നാൽ ഇങ്ങോട്ട് എടുക്ക്, നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. അതല്ല എന്റെ മര്യാദ. അത് സാരമില്ല. എന്നാ ഞാൻ അകത്തോട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ എന്നാ ഇതെങ്കിലും കഴിക്കൂ.
പിള്ളേര് നിൽക്കാനോട് ആദ്യത്തെ തള്ളമാര് കയറൂര് വിടും. ഓടിച്ച് പുറം പൊളിക്കും ഞാൻ. ആ ആശങ്ങള് കാണാനില്ല. കാണില്ല. ദയാ, സത്യം, ദൈവഭയം എല്ലാം പോയി. കാലം പഴച്ചില്ലേ മോനെ? നീ ഏതാ? ഞാൻ മൻസു, കച്ചവടക്കാരൻ സയ്യിദ് അൻവറിന്റെ മകനാ. ആ അങ്ങനെ വരട്ടെ. എനിക്ക് സംശയം തോന്നി. തന്ത ഉണ്ടാക്കിയതൊക്കെ ഒറ്റ കൊല്ലം കൊണ്ട് നശിപ്പിച്ച വീരൻ. കേട്ടിട്ടുണ്ട്. എന്റെ ദയ, അവൾ ആരെ ദയ? എന്റെ വേലക്കാരി, ശരിക്ക് പറഞ്ഞ യജമാനത്തി. എന്നെ രക്ഷിക്കുന്നത് അവളെ കാണാനില്ല. ആ നശിച്ചവന് കമ്പളം വിറ്റപ്പോഴേ പിഴച്ചു. അവൾ അപ്പോഴേ പറഞ്ഞതാ. ആദ്യം ഞാനൊരു അന്വേഷണം നടത്തട്ടെ. നീ ചന്തയിൽ പോയി ഇനിയും കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ടോ. മുക്കുപണ്ടങ്ങളെ, വില കുറഞ്ഞ അത്തറ്, സുറുമ, ഉറുമാൽ, അടുക്കളക്കാരി പെണ്ണുങ്ങൾക്ക് കമ്പം തോന്നുന്നതൊക്കെ വാങ്ങിച്ചോ. അവനെ മുമ്പ് കണ്ടിട്ടുണ്ടോ? നിന്നെ ബോധം കെടുത്തിയവനെ? ആ അടുക്കള പെണ്ണുങ്ങൾ വഴിക്ക് അന്വേഷിക്കണം. അവർക്കറിയാത്തതായിട്ട് ഒന്നുമില്ല. ഒട്ടകൻ രണ്ടും പോയല്ലോ ആമിന താത്ത. സുൽത്താൻ തന്നത് രണ്ടും ലക്ഷണം ഒത്തതായിരുന്നു. ഒട്ടകം പോയാ പോട്ടടാ കരുതേ. അതിനേക്കാളും വലിയ മുതലല്ലേ പോയത്. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ നീ വേഗം വാങ്ങിച്ചോണ്ട് വാ.